അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 33-ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 32-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞ അതിന്റെ ബാക്കി ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഒരാൾ അവന്റെ ഇളക്കം കൊണ്ട് ഇളകുന്ന അവൻ വഹിച്ച അവന്റെ ശരീരത്തിലുള്ള ഒരു വസ്തുവിന്റെ മേലിൽ മനഃപൂർവ്വം സുജൂദ് ചെയ്താൽ, അവൻ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മേലിൽ മനഃപൂർവ്വം അത് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്താൽ നിസ്കാരം അപ്പോൾ തന്നെ ബാത്തിലാകും. പിന്നെ വേറെ നിസ്കരിക്കണം. മനഃപൂർവ്വം അല്ലാതെ സുജൂദ് ചെയ്താൽ ആ സുജൂദിനെ അവൻ മടക്കുകയും വേണം. അതേ പ്രകാരം തന്നെ ഒരു വസ്തുവിന്റെ മേലിൽ നാം സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കടലാസ് കഷ്ണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലാണ് നാം സുജൂദ് ചെയ്തത്. സാധാരണക്കാരൻ മനസ്സിലാക്കണം, സുജൂദ് ചെയ്ത ആളുടെ നെറ്റിയിൽ ആ കടലാസ് ഒട്ടിപ്പിടിച്ചു സുജൂദ് ചെയ്തപ്പോൾ. എന്നാൽ ആ സുജൂദ് സഹിയാകും. പക്ഷെ രണ്ടാമത് സുജൂദ് ചെയ്യണമെങ്കിൽ പിന്നെ ആ ഒട്ടിപ്പിടിച്ച കടലാസോട് കൂടെ ചെയ്താൽ സഹിയാവുകയില്ല. അത് നീക്കണം, എങ്കിൽ മാത്രമേ രണ്ടാമത്തെ സുജൂദ് സഹിയാവുകയുള്ളൂ. ഒരാൾ അവന്റെ ചന്തിയും ആ ചന്തിയുടെ ചുറ്റുഭാഗവും തലയേക്കാൾ ഉയരാത്ത നിലയിൽ സുജൂദ് ചെയ്താൽ, ഒരു കാരണം കൂടാതെയാണ് സുജൂദ് അങ്ങനെ ചെയ്തത് എങ്കിൽ, അഥവാ ഉയരമുള്ള ഒരു സ്ഥലത്ത് സുജൂദ് ചെയ്തു, അങ്ങനെ ചെയ്താൽ ആ സുജൂദ് മതിയാവുകയില്ല. അതേ പ്രകാരം തന്നെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റിയിലൊരു മറയും ഇല്ലാതെയാണ് സുജൂദ് നെറ്റി വെക്കേണ്ടത്. അത് നിർബന്ധമാണ്. ആദ്യം അതേ പ്രകാരം 2 കാൽമുട്ടുകളെ വെക്കണം ഭൂമിയിൽ, അതും നിർബന്ധമാണ്. മുങ്കയിന്റെ പള്ളകളെ വെക്കണം. കാൽപാദങ്ങളുടെ വിരലുകളുടെ പള്ളയും വെക്കണം. പള്ളയാണ് അഥവാ നമ്മൾ ഭൂമിയിൽ ചവിട്ടുമ്പോ ഭൂമിയിൽ തട്ടുന്ന ഭാഗം, അതാണ് വെക്കേണ്ടത്. സുജൂദിൽ നിന്ന് പൂർണ്ണമായ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ടുള്ള ഒരു സുജൂദിന്റെ ഒരു രൂപം, അവൻ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക. എന്നിട്ട് ആദ്യമായി 2 കാൽമുട്ടുകൾ ഒരു ചാണ് വിട്ടുപിരിഞ്ഞ നിലയിൽ വെക്കുക ഭൂമിയിൽ. പിന്നീട് രണ്ടാമത് 2 മുൻകൈയെ വെക്കുക. ഇത് ഉപേക്ഷിച്ചുകൊണ്ട് ആദ്യം കൈവെക്കുക എന്നത് കറാത്താണ്. ഈ പറയുന്ന ക്രമം പാലിക്കണം, അത് സുന്നത്താണ്. ജമൽ ഭാഗം 377 കാണാം. അതേ പ്രകാരം കൈ വെക്കുന്ന സമയത്ത് കൈയിന്മേല് കയ്യുറ ഇല്ലാതെയാണ് വെക്കേണ്ടത്. 2 ചുമലുകളുടെ നേരെയാണ് 2 കൈ കൊണ്ടുപോയി വെക്കേണ്ടത്. സുജൂദിൽ ഭൂമിയിൽ വെക്കുമ്പോ നമ്മളുടെ ആ ചുമലിന്റെ ഓരോ കൈന്റെയും ചുമല് വരുന്നതിന്റെ നേരെ വെക്കണം. 2 കൈകളും 2 ചുമലുകളുടെ നേരെ. വിരലുകൾ പരത്തിയതായ നിലയിൽ മറയില്ലാതെ, എന്നാൽ പരത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചുരുട്ടിപ്പിടിക്കരുത് എന്നാണ്. വിരലുകൾ തമ്മിൽ വിട്ടുപിരിക്കാത്ത നിലയിൽ, കൂട്ടിപ്പിടിച്ച നിലയിൽ കിബ്രയുടെ ഭാഗത്തേക്ക് ആണ് അവൻ വെക്കേണ്ടത് കൈ. പിന്നീട് അവന്റെ നെറ്റിയും മൂക്കും ഒപ്പമായി വെക്കണം, മറയില്ലാതെ. അതേ പ്രകാരം 2 കാലിന്റെ ഇടയിലും ഒരു ചാണ് വിട്ടുപിരിക്കണം. കാലിന്റെ വിരലുകൾ അവന്റെ കിബിലയിലേക്ക് മുന്നിടുന്ന നിലയിലാണ് വെക്കേണ്ടത്. ആ 2 കാലുകളെയും അവൻ വെളിവാക്കുകയും വേണം. ആ കാലുറ ധരിക്കുക എന്നത് സ്കരിക്കുന്ന സമയത്ത് അത് സുന്നത്തിന് എതിരാണ്, ഖിലാഫുൽ ഔലയാണ്. അതേ പ്രകാരം പുരുഷനാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇവിടെ പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷനാണ് നിസ്കരിക്കുന്നത് എങ്കിൽ സുജൂദിലും റുക്കൂലുമൊക്കെ അവന്റെ വയറിനെ
അവന്റെ 2 തുടയെ തൊട്ട് അകറ്റണം. 2 മുൻകൈകളെ 2 ഭാഗങ്ങളെ തൊട്ട് അകറ്റിപ്പിടിക്കണം, ചേർത്ത് പിടിക്കരുത്. സ്ത്രീയോ ഹുൻസയോ ആണെങ്കിൽ, ഹുൻസ എന്ന് പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീയോ എന്ന് വ്യക്തമല്ലാത്ത അതേ പ്രകാരം സ്ത്രീ, ഇവര് ഇതിന്റെ നേരെ എതിരാണ് ചെയ്യേണ്ടത്. അപ്പോ സ്ത്രീയും ഹുംസയും 2 കാൽമുട്ടുകളെ വയറിനോട് ചേർത്ത് ആണ് സുജൂദ് ചെയ്യേണ്ടത്. അടുത്ത് തന്നെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നർത്ഥം. ദൂരത്തേക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അതേ പ്രകാരം തന്നെ 2 കാൽപാദങ്ങള് അത് അതേ പ്രകാരം റുക്ബത്തൈനി 2 കാലിന്റെ മുട്ടുകൾ അടുപ്പിച്ചു വെക്കുകയാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട റംലി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, അൽഅഅ്ലാ ഉന്നതനായ, വബിഹംദിഹി അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ബിഹംദി എന്ന് കൂടി പറയൽ സുന്നത്തുണ്ട് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രത്യേകമായ തൃപ്തിപ്പെട്ട, വാക്കാൽ തൃപ്തിപ്പെട്ട എല്ലാ നിബന്ധനകളും ഒത്ത ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും തസ്ബീഹിനെ റുക്കൂലും സുജൂദിലും ഒക്കെ വർദ്ധിപ്പിക്കണം. 3 പ്രാവശ്യം ആണ് സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ ഇമാമിങ്ങളായ ആളുകൾ നിസ്കരിച്ച് പിന്നെ ചൊല്ലേണ്ടത്. 3 പ്രാവശ്യമാണ്, അതിൽ വർദ്ധിപ്പിക്കാൻ പാടില്ല. എന്നാൽ നിബന്ധനയൊത്ത പള്ളിയും ഇമാമും ഒക്കെ ആണെങ്കിൽ, നേരത്തെ പല ക്ലിപ്പുകളിലായിട്ട് ആവർത്തിച്ചത് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല, അങ്ങനത്തെ പള്ളിയിലെ ഇമാമാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ 3 തസ്ബീഹ്, അത് കഴിഞ്ഞാൽ പിന്നീട് 5, പിന്നീട് 7, 9, അങ്ങനെ 11 വരെ വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി 5 പ്രാവശ്യം, അല്ലെങ്കിൽ 7 പ്രാവശ്യം, അല്ലെങ്കിൽ 9 പ്രാവശ്യം, അല്ലെങ്കിൽ 11. ഇനി തസ്ബീഹ് മാത്രം ചൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിക്കർ 2 ഒന്നേ ഉദ്ദേശിക്കുന്നു എങ്കിൽ തസ്ബീഹ് മാത്രം ചൊല്ലലാണ് അഫ്ളൽ. 3 തസ്ബീഹുകളും അതോടുകൂടെ അതിന്റെ കൂടെ പറഞ്ഞ അല്ലാഹുമ്മ ലക റകഅതു എന്ന് പറഞ്ഞ് ഇതിന്റെ മുമ്പ് ക്ലിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതും ചൊല്ലലാണ്. വെറും തസ്ബീഹ് മാത്രം 11 പ്രാവശ്യം ചൊല്ലുന്നതിനേക്കാൾ അഫ്ളൽ എന്ന് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുജൂദിൽ അല്ലാഹുമ്മ ലക സജദതു, അപ്പൊ സുജൂദിലുള്ള ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും അതേ പ്രകാരം തന്നെ പ്രത്യേകമായി മത്റൂക്കല്ലാത്ത പള്ളിയിൽ നമ്മുടെ ഒരാളും മറ്റൊരാളും നിസ്കരിക്കാൻ വരാത്ത, ഇപ്പൊ ഈ ജമാഅത്തിൽ പങ്കെടുത്തവരെ നിസ്കരിക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ പള്ളി പൂട്ടിയിടും, അങ്ങനത്തെ പള്ളി, അങ്ങനെയുള്ള പള്ളിയിലെ ഇമാമിനും സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ലക സജദതു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വസക്ക സമഅഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് പറയൽ സുന്നത്തുണ്ട്. ഇത് വോയിസിൽ വീണ്ടും കേൾക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക സജദതു, നിനക്ക് ഞാൻ സുജൂദ് ചെയ്തു, വബിക ആമന്തു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, വലക അസ്ലംതു, നിനക്ക് ഞാൻ അനുസരണമുള്ളവനായി, സജദ വജ്ഹിയ, എന്റെ ശരീരം സുജൂദ് ചെയ്തു, ലില്ലദീ, ഒരു റബ്ബിനിക്ക്, ഖലഖഹു, ആ ശരീരത്തെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, വസവ്വറഹു, അവനെ രൂപപ്പെടുത്തിയിരിക്കുന്നു, വസക്ക സമഅഹു വബസറഹു, അവന്റെ കാഴ്ചയുടെയും കേൾവിയുടെയും ദ്വാരങ്ങളെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. തബാറകല്ലാഹു, അല്ലാഹു ബർക്കത്തുടയവനാണ്, അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നവരുമാണ്, നന്നായി സൃഷ്ടിക്കുന്നവരുമാണ് അല്ലാഹു എന്നാണ് ഈ പ്രാർത്ഥന. ഇത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതിന്റെ പുറമെ സുജൂദില് പ്രാർത്ഥന വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും നേരത്തെ പറഞ്ഞ നിബന്ധനയൊത്ത ഇമാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ അറിവുകൾ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഖബറിലാണുള്ളത്. അവരുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഭാര്യമാരുടെ മാതാപിതാക്കൾ, നമ്മളുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വിജയികളിൽ നമ്മയും അവരെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 2000-ൽ പരം ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു വിജയം നൽകട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി സന്തോഷവും റാഹത്തും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിന്റെ 34-ാം ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്.